Yesterday I got an appointment here. Good morning, sir. Morning. Yeah. Morning, sir. Morning. Julie, connect me to dispatch section. Sure. Good morning, Mr. Reina. I need the copy of all dispatch documents to Deutsche Bank of Berlin between 5th and 21st of last month. Okay? You asked Reba to talk to me on this matter. Security system മെയിൻ്റനൻസിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. പരസ്യം കൊടുത്തോ? ഓക്കെ ദെൻ. യെസ് ജൂലി. Sir, the boss wants you in his office. മേ സർ? Nair, come in. ഓ, ഇതെവിടുന്ന് വന്നു? ബ്യൂട്ടിഫുൾ. I spent my last 3 years' earnings just to buy this painting from Paris yesterday. Picasso. ഓ, പിക്കാസോ. കേട്ടിട്ടുണ്ട്. ബോസിന്റെ ഈ മുറിയിലെ ആർട്ട് കളക്ഷൻസ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അബുദാബിയുടെ പാതി വാങ്ങിക്കാം. अरे खरीद के भी क्या करेंगे? ना फैमिली है ना बच्चे हैं. There is only one life. Live it to the best. That's my philosophy. This is Christina and we are going for a holiday tomorrow. Listen, तुम्हारे आने से पहले इस कंपनी में लॉस ही लॉस हो रहा था, लेकिन तुम्हारी मेहनत की वजह से, तुम्हारी डेडिकेशन की वजह से आज ये कंपनी इस लेवल तक पहुंची है. That's the reason I am promoting you as a chief accountant of this company. Yeah. Thank you, sir. Thank you. All your blessings, sir. Thank you. And all the money dealings till I come back, you'll have to take care of. Okay. This is the locker and the code number is 195222. And this is how it goes. സാർ ഇല്ലാത്തപ്പോൾ ഞാനിത് തുറക്കുന്നത്. Don't worry. I trust you like my soul. Thank you, sir. All the best. Thank you. Sir, someone has come to meet you. Who? He says he knows you from Kerala. Ask him to come. Yes, sir. Oh, by the way, congratulations. When are we celebrating your promotion? Okay. Get some sweets and give it to everyone. Okay. अस्सलाम वालेकुम. Walaikum salam. Abdu Kupleri. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത്, ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്ത് പറ്റി? എന്ത് പറയാൻ, ഒരു പെണ്ണ് കെട്ടി. അവള് കളഞ്ഞിട്ട് പോയാ? അവളുണ്ട്, 2 പിള്ളേരും. സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. റിസഷൻ എന്ന സുനാമി വന്ന് അതിലിടിച്ചെൻ്റെ പണി പോയി. ഇപ്പം എല്ലാവരെയും ഇവിടുന്ന് നാട്ടിലോട്ട് പറഞ്ഞു വിടുമല്ലേ. പണിയില്ലാത്തത് കൊണ്ട് പട്ടിണിയാ. എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ ഉണ്ടായിരുന്നെല്ലാം വിറ്റുപിറക്കി വാപ്പയെ ഉപ്പാപ്പയെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഇനി ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ പെരുവഴി കിടക്കാനേ പറ്റൂ. ഇപ്പം ഞാൻ എന്ത് വേണം? സെക്യൂരിറ്റി ക്യാമറയും മറ്റും മെയിൻ്റെനൻസ് ചെയ്യാൻ ഇവിടെ ഒരാളെ വേണമെന്ന് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. CCTV, അതായിരുന്നു എൻ്റെ പണി. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നീയാണ്, ഓ സാറാണ് ഇവിടുത്തെ ഏമാനം നിറഞ്ഞത്. ഡേ, അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണുവെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോഴല്ലേ നീ എന്റെ ഫേവർ ലൂപ വാച്ച് പഠിച്ചോണ്ട് പോയത്. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. സമാധാനമായി. പഴയതൊന്നും സാറ് മറന്നിട്ടില്ലല്ലോ. Sir, sweets. Sir, balance. Thank you, sir. എന്നാ എന്താ വിശേഷിച്ച്? അയ്യോ, നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിന് കഴി. വേണ്ട, അത് ഷുഗറാ.
പിന്നെ മുട്ടായിൽ ഷുഗർ അല്ലാതെ ഉപ്പും മുളകും വാരിയിട്ട് വരും ആരെങ്കിലും. എന്നാ ഓ അതല്ല, എൻ്റെ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞതാ. ആരോഗ്യവും പട്ടിണിയും എല്ലാം കൂടെ വലിയ കഷ്ടത്തിലാ മാധവ. ഉം. 055-6267-112 മീനാക്ഷി. എൻ്റെ കാര്യം എടാ അബ്ദു, നിന്റെ സമയം കൊള്ളാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാ നീ എന്നെ കാണാമെന്ന്. നീ പറഞ്ഞതല്ല ശരിയാണല്ലോ. പടച്ചോനാണ് സത്യം. എന്നാ ജൂലിയുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെക്കോ. ഡേ, നല്ല ശമ്പളമുള്ള പണിയാണ്, ജീവിക്കാൻ ഇത് മതി കേട്ടാ. പടച്ചോ നിന്നെ കാക്കും, അല്ല സാറിനെ കാക്കും. പടച്ചോനെ, ഓ സമ്മതിച്ചിരിക്കുന്നു. ഹലോ മീനാക്ഷി ഹിയർ. ഓർമ്മയുണ്ടോ ഈ ശബ്ദം? മാധവൻ. യെസ്, അന്ന് എഴുതിയ ആ നോട്ട് അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായി എന്നെ തേടിയെത്തി അല്പം മുമ്പ്. എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയണോന്ന് ആലോചിക്കുവാ. ഭർത്താവ്, കുട്ടി, ഒന്നുമില്ല. സത്യം? അതെ, ആ കല്യാണം നടന്നില്ല. നന്നായെന്നേ കരുതുന്നുള്ളൂ. ഞാൻ മാധവനെ കുറേ അന്വേഷിച്ചു. കണ്ടുമുട്ടാൻ നേരമായി മാധവൻ വിളിച്ചു. എപ്പോഴാ കാണുക? ഇവിടുന്ന് അമേരിക്ക വരെ വരാൻ കുറേ നേരം എടുക്കില്ലേ? അങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? കോഫി ഷർട്ടിൽ വീണ ആ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ തന്നെ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും. മാധവൻ ഈ വഴി എപ്പോഴെങ്കിലും വന്നാലോ എന്ന് കരുതി. ഞാൻ താ എത്തി.